ദേശീയാടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വനമഹോത്സവ പരിപാടിയുടെ ഭാഗമായി കേരളവും കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഇന്ന് വരെ വനമഹോത്സവം ആഘോഷിക്കുകയാണ്. അതിൻ്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ നിയന്ത്രിക്കുന്നതിനും ഭൂമിയും വെള്ളവും ശുദ്ധമായി നിലനിർത്തുന്നതിനാവശ്യമായ ഏറ്റവും ഫലപ്രദമായ നടപടിയാണ് വനവൽക്കരണം എന്ന് ഇതിനകം തന്നെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളം വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. 2-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയത്. എന്നാൽ സമാപനം ഈ ചാലിയത്ത് വേണമെന്ന് തീരുമാനിക്കാനിടയായ കാരണം ചാലിയം പുരാതന കാലം മുതൽ പുഴകളിലൂടെ മരം കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന തടി ഡിപ്പോ സ്ഥാപിച്ച സ്ഥലമാണത്. ആദ്യമായി നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യമായി തടി ഡിപ്പോ ഇവിടെ ചാലിയത്താണ് വന്നത്. അതിൻ്റെ സ്മരണകൾ നിലനിർത്തുന്നതിനാവശ്യമായ ഒരു മ്യൂസിയം എന്ന തോതിലുള്ള ഒരു കേന്ദ്രമായി ഈ ചാലിയത്തെ വളർത്താനാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്. 7.5 കോടി രൂപ ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതിയാണ് അതിന് ആവിഷ്കാരം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇത് ഏതാനും പദ്ധതികൾ ഇന്നിവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനവും വന മഹോത്സവത്തിൻ്റെ ഭാഗമായി ചെടികൾ നടുന്ന പരിപാടിയുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത് കൂടുതൽ വിപുലീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ 7.5 കോടി രൂപയുടെ ഒരു ബൃഹത്തായ ഒരു പദ്ധതി ഇതിനു വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതി ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുന്നതോടുകൂടി ഇത് വനവുമായി ബന്ധപ്പെട്ട ഒരു മ്യൂസിയത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും വിദ്യാവനം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ ജില്ലയിൽ 6 ഹൈസ്കൂളുകളിലാണ് അത്തരം വിദ്യാവനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇത്തവണ കോളേജിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 2 കോളേജുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് ഇവിടുത്തെ ഏറ്റവും പഴയ കോളേജായ, കാരണം ഈ ചാലിയുമായി ബന്ധമുള്ളതാണ്, സാമൂതിരി രാജാവിൻ്റെ പേര്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിന ആശംസകൾ നേരാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ദിവസം തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദിന സമ്മാനം കൂടിയാണിത്. അപ്പോൾ ആ സാമൂതിരി കോളേജിലെ സാമൂഹ്യ വൽക്കരണത്തിൻ്റെ ഭാഗമായി വിദ്യാവനവും ബട്ടർഫ്ലൈ പാർക്കും സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ ശ്രദ്ധേയമായ ഒരു സർക്കാർ കോളേജാണ് മീഞ്ചന്ത ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ആ കോളേജിലെയും ബട്ടർഫ്ലൈ പാർക്കും വിദ്യാവനവും സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനുള്ള അംഗീകാരവും ഇന്ന് നൽകുന്നതാണ്. വരും വർഷങ്ങളിലും സമാനമായ പരിപാടികളിലൂടെ നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ വന സംരക്ഷണ പ്രവർത്തനത്തിലെ മാതൃകാ കേന്ദ്രമായി വളർത്തിയെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ബേപ്പൂർ മണ്ഡലം ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിലാണ്. ആ വികസനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന ബേപ്പൂർ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു തിലകക്കുറിയാക്കി ഈ പദ്ധതിയെ മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വകുപ്പുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിരുന്നു. വനംവകുപ്പ് മേധാവി മാറ്റണം എന്ന രീതിയിൽ മന്ത്രി കത്ത് കൊടുത്തു. വനംവകുപ്പ് മേധാവി ഇവിടെയുണ്ട്. അദ്ദേഹത്തെ മാറ്റാൻ ഒരു നീക്കവും നടന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇനി പിരിയാൻ കുറച്ച് കാലമേ ഉള്ളൂ. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാ കാലത്തും നടക്കുന്ന ഒരു സംഭവമാണ്, ഉയർന്ന തസ്തികയിലിരിക്കുന്ന ആൾ ലീവ് എടുത്താൽ ആ വേക്കൻസിയിലേക്ക് പ്രൊമോഷൻ നൽകും. അങ്ങനൊരു നിർദ്ദേശം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ നിർദ്ദേശത്തോട് പക്ഷേ ഗവൺമെൻറ് അനുകൂലിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഗംഗാസിംഗിനെ ലീവ് എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞു പോകാനോ ഏതെങ്കിലും തരത്തിലുള്ള ആലോചന ഞങ്ങൾ നടത്തിയിട്ടില്ല. അത് തികച്ചും വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ തെറ്റായ തരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പോയി. അത് കഷ്ടമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.
ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ കൂടോത്രം വലിയ ചർച്ചയായി മാറുകയാണ്. KPCC പ്രസിഡന്റ് വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെടുത്തിരിക്കുന്നത് ഒരു MP ആണ് കണ്ടെടുത്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു തനിക്ക് ഈ കൂടോത്രത്തിലേക്ക് വിശ്വാസമുണ്ട്. എങ്ങനെയാണ് താങ്കളെ പോലുള്ളതിനെ കാണുന്നത്? പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയവരാണോ അവരെന്ന് അവരാണ് ആലോചിക്കേണ്ടത്. ഇപ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭാഗമായി പ്രവർത്തിക്കാൻ എങ്ങനെയാണ് പുരോഗതി പ്രാപിച്ച ഒരു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയുന്നത് എന്ന് അവരെ സമൂഹം വിലയിരുത്തുമെന്നവർ മനസ്സിലാക്കുക. ഞാൻ വേറെ ഒന്നതിനെ പറ്റി പറയാം. അവരെ സമൂഹം വിലയിരുത്തട്ടെ. എവിടത്തേക്കാണ് അവർ ഈ നാട്ടിനെ കൊണ്ടുപോകുന്നത്, എന്ത് സന്ദേശമാണ് അവർ കൊടുക്കുന്നത്, തലമുറകൾക്ക് ഇങ്ങനെ പോകണമെന്ന ഒരു പിന്തിരിപ്പൻ വിചാരം അവരിൽ നിന്നുണ്ടാകുന്നത് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് കാലാഹരണപ്പെട്ട മാർഗങ്ങളും ഉപയോഗിക്കുമെന്നതിൻ്റെ ദൗർഭാഗ്യകരമായ തെളിവാണിത്. അത് കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, പുരോഗമന ചിന്താഗതിക്കാരുടെ ആശയ സംഹിതകൾക്ക് അപമാനം വരുത്തി വെക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതിൽ നിന്ന് ബന്ധപ്പെട്ടവർ ഇനിയെങ്കിലും അതൊരു വിവാദമാക്കാതെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഏർപ്പെടാതെ പിന്തിരിഞ്ഞ് സമൂഹത്തിന് മാതൃക കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമല്ല, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടെന്നറിയില്ല. തിരുവമ്പാടിയിൽ ഒരു KSEB ഓഫീസ് ആക്രമിച്ചതിൻ്റെ പേരിൽ പ്രതികളുടെ പിതാവിൻ്റെ പേരിലുള്ള വീടിലെ കണക്ഷൻ KSEB വിച്ഛേദിച്ചിട്ടുണ്ട്. അത് സർക്കാരിന് ഒട്ടാകെ വലിയൊരു വിമർശനം ഉണ്ടാക്കുന്നുണ്ട്. KSEB കോടതിയാണോ ചോദ്യമൊക്കെ പൊതുജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് മാറ്റെന്ന് പറയുമ്പോൾ സർക്കാരിന് പറയുന്ന ഒരു തിരിച്ചടിയല്ലേ ഇത്? അത്തരത്തിലൊരു വിമർശനം. അല്ല, വൈദ്യുതി വകുപ്പ് മന്ത്രി തീർച്ചയായും ഈ കാര്യം ഗൗരവത്തിൽ പരിശോധിക്കുമെന്നും വസ്തുതകൾ മനസ്സിലാക്കി ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിലൊരു മാനുഷിക വശമില്ല ഈ? അല്ല, അത് അദ്ദേഹം പരിശോധിക്കട്ടെ. ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നത് പറഞ്ഞു കേട്ടതുപോലെയാണെങ്കിൽ ദൗർഭാഗ്യകരമാണ്. എന്തായാലും വൈദ്യുതി വകുപ്പ് മന്ത്രി അതിന് അനുയോജ്യനായ, അർഹമായ, പരിണതപ്രജ്ഞനായ, കാര്യങ്ങൾ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മന്ത്രിയാണ്. അദ്ദേഹം ആ കാര്യം പൊതുസമൂഹത്തിൻ്റെ താല്പര്യം കൂടി പരിഗണിച്ച് എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്തൊരു പല വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് ഒരു ഉദ്യോഗസ്ഥ തലത്തിലൊരു തീരുമാനം. അല്ല, അത് ഞാനതിൻ്റെ മെറിറ്റിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അല്ല, അത് അദ്ദേഹം കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തേക്കോ ഇരിക്കൂ. അത് നോക്കുന്നത് ആരാണ്? അത് അദ്ദേഹം നോക്കൂ. അതിൽ മാനുഷിക വശമുണ്ടോ, നിയമവിരുദ്ധമായിട്ടുണ്ടോ, ഇതൊക്കെ നോക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളൊരു മന്ത്രി കേരളത്തിലുണ്ട്. അദ്ദേഹം അത് ആലോചിക്കുകയും പരിശോധിക്കുകയും ചെയ്യും.